കേരളത്തിൽ പ്രധാനപ്പെട്ട 3 രാഷ്ട്രീയ പാർട്ടികൾ കോൺഗ്രസ്, CPM, BJP. പക്ഷേ ഇവർക്കൊന്നുമില്ലാത്തൊരു സംഭവം കോൺഗ്രസിന്റെ രണ്ടാം നിര നേതൃത്വവും മൂന്നാം നിര നേതൃത്വവും ശക്തമാണ്. അതായത് ഈ മുതിർന്ന നേതാക്കന്മാർ കഴിഞ്ഞാൽ ഷാഫി പറമ്പിലിനെ പോലെ, ഇപ്പോൾ അബിൻ വർക്കിയെ പോലെ ഒരുപാട് നേതാക്കന്മാർ രണ്ടാം നിര നേതൃത്വമുണ്ട്, മൂന്നാം നിര നേതൃത്വമുണ്ട്. ഈ യുവ നേതൃത്വം അല്ലെങ്കിൽ യുവാക്കൾ കോൺഗ്രസിലേക്ക് കൂടുതൽ നേതൃതലത്തിലേക്ക് എത്തുന്നത് വരുന്ന തെരഞ്ഞെടുപ്പുകളിലും അതോടൊപ്പം തന്നെ വരുന്ന സംഘടനാ പ്രവർത്തനങ്ങളിലും കോൺഗ്രസിന് കൂടുതൽ ഗുണം ചെയ്യില്ലേ? അതെന്താ ഗുണം എന്ന് പറയാമോ? അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ മറ്റ് രണ്ട് രാഷ്ട്രീയ പാർട്ടികളെ അപേക്ഷിച്ചിട്ട് കാര്യമായ നേതൃപൂജ ഈ കോൺഗ്രസിലില്ല. കാരണം നമുക്ക് നേതാക്കളെ വിമർശിക്കാം. ഈ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ഗുണം അതാണ്. കരുണാകരനെ ആന്റണിയെ വരെ വിമർശിച്ച നേതാക്കളുണ്ടെന്ന്. അത് കരുണാകരൻ ആന്റണി സർവശക്തരായിരിക്കുമ്പോൾ അവരെ കൃത്യമായി വിമർശിക്കുന്ന നേതാക്കളുണ്ടായിരുന്നു. എന്നാൽ നേതാക്കന്മാരെ വിമർശിക്കുന്നത് ഒരു കുറ്റമല്ലാത്തൊരു രാഷ്ട്രീയ സംസ്കാരമാണ് എക്കാലവും കോൺഗ്രസിന്. ഇപ്പൊ പിണറായി വിജയനെതിരെ നമ്മൾ എന്തെങ്കിലും പറയേണ്ട, ആലോചിച്ചാൽ തന്നെ പിന്നെ അയാൾക്ക് CPM സ്ഥാനമില്ല. BJP നരേന്ദ്രമോദിക്കെതിരെയോ ഇവിടെ രാജീവ് ചന്ദ്രശേഖരനെതിരെയോ എന്തെങ്കിലും പറയേണ്ട മനസ്സിൽ ആലോചിച്ചാൽ പോലും ആ വ്യക്തി പിന്നെ പ്രസ്ഥാനത്തുണ്ടാവില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എത്ര വലിയ നേതാവായാലും കൃത്യമായിട്ട് വിമർശിക്കാം. ആ വിമർശനം അവർ ഉൾക്കൊള്ളും. വിമർശനത്തിന് എതിർ വിമർശനങ്ങൾ ഉണ്ടാവും. അതെല്ലാം വലിയ വലിയ ചർച്ചകളായി മാറുമെങ്കിൽ തന്നെയും ഈ വിമർശിക്കാനുള്ള അവകാശം കോൺഗ്രസിൽ അന്തർലീനമായിട്ടുള്ളത് കൊണ്ടാണ് പുതിയ നേതൃത്വം ഉണ്ടാവും. നമ്മൾ വിമർശിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരിക്കലും നേതൃത്വം ഉണ്ടാവില്ല, പുതിയ നേതൃത്വം ഉണ്ടാവില്ല. പണ്ട് AK ആന്റണിയും VM സുധീരനൊക്കെ VLR കോൺഗ്രസ് നേതൃത്വം എങ്ങനെയാണ് ആർച്ചങ്കരെ പോലുള്ള ആൾക്കാരെ വിമർശിച്ചിട്ട് പുതിയൊരു നേതൃത്വം അവർ സൃഷ്ടിച്ചെടുത്തു. പിന്നെ കരുണാകരൻ ആന്റണി പോലുള്ള നേതാക്കന്മാർ അവർക്കെതിരെ വിമർശനങ്ങൾ പാർട്ടിയിൽ നിന്നുണ്ടായി. അങ്ങനെ വിമർശനത്തിലൂടെ പുതിയ നേതൃത്വം ഉദയം ചെയ്യുള്ളൂ. അതാണ് ഈ ഒരു രാഷ്ട്രീയ പാർട്ടി സ്വഭാവം. കാരണം വിമർശനം എന്നുള്ള ജനാധിപത്യത്തിന്റെ ഒരു അടിസ്ഥാന സ്വഭാവമാണ്. വിമർശനമില്ലാതെ ജനാധിപത്യം ഇല്ല. അപ്പോൾ ജനാധിപത്യം ദൂരം പാർട്ടിയിൽ വരുന്ന കൂടുതൽ ആൾക്കാർ അതിലേക്ക് വരും. കൂടുതൽ ആൾക്കാർ വരുമ്പോൾ പുതിയ നേതാക്കൾ ഉണ്ടാവും. അങ്ങനെയാണ് ഈ നമ്മൾ ഈ പറയുന്ന രണ്ടാം നിരയും മൂന്നാം നിരയുള്ള പ്രഗത്ഭരായ നേതാക്കൾ ഈ പേര് പറഞ്ഞവരൊക്കെ ഉണ്ടാകുന്നതിന് പ്രധാന കാരണം എന്താ വെച്ചാൽ ഈ വിമർശിക്കാൻ പാർട്ടിക്കുള്ളിൽ വിമർശനവും തെറ്റിദ്ധരുത്താനുള്ള അവസരമുണ്ട്. ഏത് വലിയ നേതൃത്വത്തിനെതിരെ വിമർശനങ്ങൾ ചെയ്യാനുള്ള ഒരു അധികാരം അവകാശം അവർക്കുണ്ട്. അതുകൊണ്ട് വിമർശനങ്ങൾ വർദ്ധിക്കും തോറും ജനാധിപത്യം വർദ്ധിക്കുകയും ആ പാർട്ടിയിലേക്ക് ആളുകൾ കൂടുകയും അങ്ങനെ ആ പാർട്ടിയിൽ രണ്ടാം നിരയും മൂന്നാം നിരയും ഇനി വരാൻ പോകുന്ന നേതൃത്വം ഒക്കെ അങ്ങനെയാണ്. എല്ലാവരും കൃത്യമായിട്ട് ആ വിമർശന ബുദ്ധിയോടുകൂടി രാഷ്ട്രീയത്തെ സമീപിക്കുന്നവരാണ്. മറ്റു രാഷ്ട്രീയ പാർട്ടികൾ അതിനുള്ള അവസരം ഇല്ല എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ച് ജയിച്ച ഒരു MLA-ക്കെതിരെ ഗുരുതരമായ ചില ആരോപണങ്ങൾ ഉയർന്നപ്പോൾ, അല്ലെങ്കിൽ ലൈംഗികമായ ആരോപണങ്ങൾ ഉയർന്ന സമയത്ത് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് VD സതീശനും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും കോൺഗ്രസിന്റെ MP-മാരും KPCC അധ്യക്ഷൻ തുടങ്ങിയവരെടുത്ത ഒരു നിലപാടുണ്ട്. കുറ്റം ചെയ്തവൻ പാർട്ടിക്കകത്തുണ്ടാകില്ല, പാർട്ടിക്ക് പുറത്തായിരിക്കുമെന്ന് പറയുകയും ആ MLA-യെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. പക്ഷേ ഇപ്പോഴും ആ MLA-യെ പുറത്താക്കിയിട്ടും കോൺഗ്രസിനെ പഴി പറയുന്ന അല്ലെങ്കിൽ കോൺഗ്രസിനെ അപമാനിക്കാൻ ശ്രമിക്കുന്ന CPM-നകത്ത് നിരവധിയായ ആളുകൾക്കെതിരെ ആരോപണം ഉയർന്നപ്പോൾ അവരെ സംരക്ഷിച്ചു നിർത്തുന്ന സമീപനമാണ് CPM നേതൃത്വം സ്വീകരിച്ചത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിനകത്ത് പോലും ഇപ്പോൾ പ്രവർത്തിക്കുന്ന മുഖ്യമന്ത്രിയുടെ വലങ്കയായ ഒരു വ്യക്തി P. ശശി എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ ഗുരുതരമായ ആരോപണം വരുന്നിട്ട് അദ്ദേഹത്തിന് പാർട്ടി പ്രൊമോഷൻ കൊടുക്കുകയാണ് ചെയ്തത്. അവിടെ CPM-ഉം കോൺഗ്രസും തമ്മിലുള്ള ഒരു വ്യത്യാസം കേരളത്തിലെ പൊതുജനങ്ങൾ മനസ്സിലാക്കുകയാണ്. എന്തുകൊണ്ടായിരിക്കാം CPM ഇത്തരം ആളുകളെ സംരക്ഷിക്കുകയും നടപടിയെടുത്ത കോൺഗ്രസിനെ പഴിപറയുകയും ചെയ്യുന്ന ഒരു സമീപനം സ്വീകരിക്കുന്നത്? അല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ച രണ്ട് രാഷ്ട്രീയ സംസ്കാരങ്ങളാണ്. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചോളം ഈ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യം ആരോപണം ഉയർന്നു അപ്പോൾ തന്നെ അയാൾ സസ്പെൻഡ് ചെയ്തു. അപ്പോൾ അയാൾക്കെതിരെ കേസുമില്ല, നടപടികളൊന്നുമില്ല, പരാതി പോലും ഇല്ല. അപ്പോൾ അയാൾ സസ്പെൻഡ് ചെയ്തു. വീണ്ടും പരാതി ഉയർന്നു വരികയും മറ്റു വിഷയം ഉണ്ടായപ്പോൾ അയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. കാരണം കൃത്യമായിട്ട് ഇപ്പോൾ ആ MLA-ക്ക് രാഷ്ട്രീയ പാർട്ടിയായിട്ട് യാതൊരു ബന്ധവുമില്ല. അദ്ദേഹം ഒരു സ്വതന്ത്ര MLA എന്നതിനപ്പുറത്തേക്ക് വേറൊന്നും യാതൊരു അസ്തിത്വം അദ്ദേഹത്തിനില്ല. അപ്പോഴും പക്ഷേ CPM-നെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇത്തരക്കാരെ സംരക്ഷിച്ചേ മതിയാവും. കാരണം ഈ ഇത്തരം CPM പോലുള്ള പാർട്ടിയുടെ പ്രശ്നം വെച്ചാൽ ഒരു സ്ഥലത്ത് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ അടപടലേ പൊട്ടും. അപ്പോൾ ഒരാളെ പുറത്താക്കി കഴിഞ്ഞാൽ, ഇപ്പം ആരോപണ വിധേയനായ ഒരു MLA-യെ CPM നടപടിയെടുത്ത് പുറത്താക്കി കഴിഞ്ഞാൽ ഒരു പക്ഷേ പാർട്ടിയിൽ അത് വലിയൊരു പൊട്ടിത്തെറിക്ക് കാരണമാവും. കോൺഗ്രസിൽ അങ്ങനെയല്ല. രാഹുൽ മാങ്കൂട്ടം തെറ്റിയിട്ട് അയാളെ പുറത്താക്കി, ഓക്കെ, എല്ലാവരും അംഗീകരിച്ചു. ഇനി മറ്റൊരാൾ ചെയ്താൽ അയാളെയും പുറത്താക്കും. അപ്പോൾ അതിനൊരു ഫ്ലെക്സിബിലിറ്റി ഉള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കോൺഗ്രസ് എന്നുള്ളതുകൊണ്ടാണ് സംഭവിക്കുന്നത്. CPM-ൽ അങ്ങനെയല്ല. ഇവരെയൊക്കെ അവർക്ക് നിലനിർത്തിക്കൊണ്ട് പോകേണ്ട അവസ്ഥ വരുന്നു. അപ്പോൾ CPM-നെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുന്നത് ഈ എന്താ പറയുക, നമ്മളൊരു കോട്ട പോലെ, അടച്ചു കെട്ടിയ കോട്ട പോലെ, ശ്വാസം വിടാൻ ആർക്കും പറ്റില്ല. ഒരു ദ്വാരം ആ കോട്ടയിൽ വീണാൽ പിന്നെ ബാക്കി എല്ലാം പൊളിഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ പിന്നെ CPM-നെ സംബന്ധിച്ചിടത്തോളം എക്കാലവും പ്രതിപക്ഷ അല്ലെങ്കിൽ അവരുടെ എതിർ രാഷ്ട്രീയ കക്ഷികൾക്കെതിരെ പ്രധാനമായിട്ടും ഉന്നയിക്കുന്ന ഇത്തരം ലൈംഗിക ആരോപണങ്ങളെ കൊണ്ടാണ് അവർ പണ്ടും പഠിക്കുന്നത്. 96 ഇലക്ഷനിൽ സൂര്യനെല്ലി കേസായിരുന്നു. അതിനുമുള്ള അതിന് മുമ്പ് പിൻപോൾ, പക്ഷേ അതിന് മുമ്പ് 87 തെരഞ്ഞെടുപ്പ് സമയത്ത് തങ്കമണി പോലീസ് അതിക്രമമായിരുന്നു. അങ്ങനെ 2014 സോളാർ. അപ്പൊ ഓരോ തവണയും അവരിങ്ങനെ ഇത്തരം ആരോപണങ്ങളുടെ മറം പറ്റിയാണ് അവർക്ക് വിജയിക്കാൻ കഴിയുന്നത്. രാഷ്ട്രീയമായി ഉന്നയിച്ച് രാഷ്ട്രീയമായിട്ട് UDF-നെയും കോൺഗ്രസിനെയും പ്രതിരോധത്തിലാക്കാൻ അവർക്ക് കഴിയില്ല. കാരണം അവരുടെ രാഷ്ട്രീയം വളരെ ദുർബലമാണ്. രാഷ്ട്രീയം ദുർബലമായതുകൊണ്ട് അവർ ഇത്തരം കാര്യങ്ങൾ ആശ്രയിക്കും. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വളരെ മാതൃകാപരമായ നടപടി എടുത്തിട്ടും വീണ്ടും നിങ്ങൾ എന്തുകൊണ്ട് രാജിവെപ്പിച്ചില്ല? കാരണം ഒരു മനുഷ്യനെ കൈപിടിച്ച് രാജിവെക്കാത്ത പിടിക്കാൻ പറ്റില്ലല്ലോ.
അപ്പൊ അങ്ങനെ അത്തരം ചോദ്യങ്ങളൊക്കെ ചോദിച്ചാൽ അത് ജനങ്ങൾക്കും അറിയാം. കാരണം വെച്ചാൽ ഈ ഇടതു മുന്നണിയുടെ ഒരു ഗതികേടാണ് ഇതെന്നുള്ളത്. കോൺഗ്രസിന്റെ ഒരു പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് ആണ് ഇത്തരം കാര്യങ്ങൾ, ഇത്തരം സംഭവങ്ങൾ വരുമ്പോൾ ഒരാളെ പുറത്താക്കി നടപടിയെടുത്ത് മാതൃക കാണിക്കാൻ അവർക്ക് പറ്റുന്ന അത്ര ഫ്ലെക്സിബിൾ ആണ് ആ പാർട്ടി എന്നുള്ളതാണ്. ഇതങ്ങനെയല്ല, ഇത് ഒരുത്തനെ നടപടിയെടുത്ത് പുറത്താക്കിയാൽ ബാക്കിയുള്ള എല്ലാം പൊങ്ങി വരുന്നുള്ള ഭയം കൊണ്ട് അവർ എന്ത് ചെയ്യും, എല്ലാം അടച്ചു വിടും. അതുള്ള പത്മകുമാറിന്റെ ശബരിമല കേസിൽ പറഞ്ഞു, പത്മകുമാറിനെയും വാസുവിനും പുറത്താക്കി കഴിഞ്ഞാൽ മറ്റു പല കേസുകളും സ്ഥാനങ്ങളും പൊങ്ങി വരും. അതുപോലെ മുകേഷിനെ നടപടിയെടുത്താൽ വേറെ പലതും പൊങ്ങി വന്നേക്കാം. അതുകൊണ്ടാണ് അവർ ഇങ്ങനെ ഈ ഇത്തരത്തിലുള്ള നിലപാട് സ്വീകരിക്കുന്നത്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയും CPMും തമ്മിലുള്ള ഒരു അന്തർധാര കേരളത്തിലുണ്ടാകും. കാരണം BJPയുടെ ലക്ഷ്യം കോൺഗ്രസ് മുക്ത ഭാരതമാണ്, CPMന്റെ ലക്ഷ്യം കോൺഗ്രസ് മുക്ത കേരളമാണ്. അതുകൊണ്ട് തന്നെ ചില സീറ്റുകളിൽ ചില അന്തർധാരകൾ ഉണ്ടാകുമെന്ന് കോൺഗ്രസ് നേതാക്കന്മാർ മാധ്യമങ്ങൾക്ക് മുമ്പാകെ അടക്കം പറയുകയാണ്. VD സതീശൻ പറയുന്നു, രമേശ് ചെന്നിത്തല പറയുന്നു, സണ്ണി ജോസഫ് പറയുന്നു, KC വേണുഗോപാൽ പറയുന്നു, യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാർ പറയുന്നു. അതായത് കേരളത്തിൽ കോൺഗ്രസിനെ തോൽപ്പിക്കുക എന്നതാണ് ലക്ഷ്യം. കഴിഞ്ഞ ദിവസം കോഴിക്കോട് കോർപ്പറേഷൻ നമ്മൾ കണ്ടു, BJPക്ക് താലത്തിൽ വെച്ചുകൊണ്ട് ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്ഥാനം CPM കൊടുത്തു. കേരളത്തിൽ ഏതെങ്കിലും തരത്തിൽ അത്തരത്തിൽ ഒരു അന്തർധാര നടക്കാൻ സാധ്യതയുണ്ടോ? കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ ഈ രണ്ട് പാർട്ടികളും കൂട്ടുചേരാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റും? ഈ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 40ഓളം സീറ്റുകളിൽ CPM വിജയിക്കാൻ കാരണം ഈ BJPയുമായി ഉണ്ടാക്കിയ അന്തർധാരയാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പല സീറ്റുകളിലും വളരെ UDF നിസ്സാര വോട്ടുകൾക്ക് പരാജയപ്പെട്ട 3000-5000 വോട്ടുകൾക്ക് പരാജയപ്പെട്ട സീറ്റുകളിലെല്ലാം തന്നെ കൃത്യമായ രാഷ്ട്രീയ അന്തർധാരകൾ CPMും BJPയുമായിട്ട് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ പിന്നീട് അത് വിസിബിൾ ആയിട്ട് വന്നതാണ്. ഇത്തവണയും കാരണം മോഡിയുടെയും BJPയുടെയും ലക്ഷ്യം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, കോൺഗ്രസ് മുക്ത ഭാരതം. കോൺഗ്രസിൽ കേരളത്തിൽ ഇന്ത്യയിൽ ഏതെങ്കിലും സ്റ്റേറ്റിൽ അധികാരത്തിൽ വരികയാണെങ്കിൽ അത്രയും തിരിച്ചടി അവർക്ക് കേന്ദ്രത്തിലുണ്ടാവും. അപ്പോൾ പരമാവധി കോൺഗ്രസിനെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും തൂത്തെറിയുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ BJPയുടെയും മോഡിയുടെയും ലക്ഷ്യം. കേരളത്തിൽ CPMനെ സംബന്ധിച്ചിടത്തോളം കേരളം അവർക്ക് നഷ്ടപ്പെട്ട പിന്നെ ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്ത് ഭരണമില്ല. ഇനി ഒരിക്കലും ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്ത് അവർക്ക് തിരിച്ചു വരാനും പറ്റില്ല. ബംഗാളും ത്രിപുരയും എന്നേക്കുമായി നഷ്ടപ്പെട്ടു. അടുത്ത തവണ 2026 കേരളത്തിൽ ഭരണം നഷ്ടപ്പെട്ടാൽ ഇനി കേരളത്തിലും ആ പാർട്ടിക്ക് ഭരണത്തിൽ തിരിച്ചു വരാൻ സാധിക്കില്ല. കാരണം CPM ഭരണത്തിലിരുന്ന് നേരിടുന്ന അവസാനത്തെ തെരഞ്ഞെടുപ്പാണ് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഒരു കാരണവശാലും അവർക്ക് ഭരണത്തിൽ തിരിച്ചു വരാൻ കഴിയില്ല എന്ന് അവർക്കറിയാം. അപ്പോൾ പിന്നെ പാർട്ടിയെ നിലനിർത്തണം, പാർട്ടിയുടെ സംവിധാനങ്ങൾ നിലനിർത്തണം. അപ്പോൾ എന്ത് ചെയ്യണം, എന്ത് വന്നാലും ഭരണം പിടിച്ചേ മതിയാവും. അപ്പോൾ അവർ ഉപയോഗിക്കുന്ന എന്താണ്, ഈ മോഡിയുടെയും BJPയുടെയും കോൺഗ്രസ് വിരുദ്ധ അല്ലെങ്കിൽ കോൺഗ്രസ് മുക്ത ഭാരതം എന്ന ആശയത്തെ തങ്ങൾക്ക് അനുകൂലമായിട്ട് അവർ ഉപയോഗിക്കുകയാണ്. അപ്പോൾ BJP ഉദ്ദേശിക്കുന്നതാണ് കാര്യം. ഇവിടെ പിണറായി വിജയൻ വന്നാൽ നമുക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാൽ കോൺഗ്രസ് സർക്കാർ വന്നാൽ അത് കേന്ദ്രത്തിലെ കോൺഗ്രസിന് വീണ്ടും അതൊരു ശക്തി വരും. അതുകൊണ്ട് ഇവിടെ കോൺഗ്രസ് വരാതിരിക്കുക എന്നുള്ളതാണ് BJP ആഗ്രഹിക്കുന്നത്. അതേ ആഗ്രഹം തന്നെ CPM വച്ച് പുലർത്തുമ്പോൾ രണ്ടുപേർക്കും ഒരേ ആഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോൾ പിന്നെ അവർ ഒരേ പാതയിൽ സഞ്ചരിക്കുക എന്നുള്ളത് യാദൃശ്ചികതയല്ലോ, അത് സാധാരണ സംഭവിക്കുന്ന കാര്യമാണ്. അത്തരത്തിലുള്ള അന്തർധാര ഉണ്ടാകുന്ന കാര്യത്തിൽ സംശയം വേണ്ട. അവസാനമായി, കേരളത്തിൽ ഒരു വർഗീയ ധ്രുവീകരണത്തിന് മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ ശ്രമിക്കുന്നുവെന്ന് കോൺഗ്രസ് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും അവസാനം AK ബാലന്റെ വിവാദമായ പ്രസ്താവനയടക്കം ചൂണ്ടിക്കാണിച്ച് കോൺഗ്രസ് ഇക്കാര്യം പറയുമ്പോൾ കേരളത്തിലെ സാംസ്കാരിക നായകരെന്ന് പറയുന്ന ചില ആളുകളുണ്ട്, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് ഒരു വിഷയം വന്നാൽ അവരെ പ്രതിരോധിച്ച് നിർത്താൻ ചാടിയിറങ്ങുന്ന ആളുകൾ, അത്തരക്കാരുടെ ഒരു മൗനം അടക്കമുള്ള വിഷയം. അതോടൊപ്പം തന്നെ CPM ഇത്തരത്തിൽ നാഴികയ്ക്ക് 40 വർഷം ഇത്തരത്തിൽ വർഗീയത പറയുന്നത് കേരളത്തിൻ്റെ ഒരു മതനിരപേക്ഷ മനസ്സിനെ ദോഷകരമായി ബാധിക്കുകയും അതോടൊപ്പം തന്നെ അത് വർഗീയമായി വിഭജിക്കാൻ ഇടയാക്കുന്ന സാഹചര്യത്തിലേക്കല്ലേ കാര്യങ്ങൾ പോകുന്നത്? അല്ല, കേരളത്തെക്കാളും CPM ഇത്തരം ന്യൂനപക്ഷ ഭൂരിപക്ഷ വർഗീയതകളെ മാറി മാറി കൂട്ടുപിടിച്ചിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. കാരണം 86-87 കാലഘട്ടത്തിൽ നമ്മുടെ ഈ പ്രശ്നമായ മറ്റേ ഇതുണ്ടായല്ലോ, സുപ്രീം കോടതി വിധി ഉണ്ടായല്ലോ ഷാബാനു കേസിൽ. അപ്പോൾ ആ ജീവനാംശം കൊടുക്കുന്ന സംഭവത്തിൽ അന്ന് കൃത്യമായിട്ട് CPM എടുത്ത നിലപാട് ഒരു ഹൈന്ദവ ഭൂരിപക്ഷത്തെ പ്രേരിപ്പിക്കുന്ന നിലപാടായിരുന്നു. അതിനുശേഷം 94-95 ബാബറി മസ്ജിദ് തകർച്ചയെത്തിയപ്പോഴത്തേക്കും ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കുന്ന നിലപാടിലേക്ക് EMS ഒക്കെ പരസ്യമായിട്ട് അതിനെയും മഹാത്മാഗാന്ധി ഒരുപോലെയാണെന്ന ലേഖനം വരെ എഴുതുന്ന അവസ്ഥവും. അപ്പോൾ ഈ രണ്ട് വർഗീയതകളെയും മാറി മാറി പ്രോത്സാഹിപ്പിക്കുക, പ്രീണിപ്പിക്കുക എന്നുള്ള അടിസ്ഥാനപരമായിട്ട് എന്നാൽ മാത്രമേ CPM നിലനിൽക്കാൻ സാധിക്കുള്ളൂ എന്ന് അവർക്ക് തന്നെ അറിയാം. ഇപ്പോൾ എന്താ സംഭവിച്ചത് വെച്ചാൽ 2016 മുതൽ CPM വളരെ കാര്യമായിട്ട് തന്നെ ന്യൂനപക്ഷ വർഗീയതയെ പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗങ്ങളെ പ്രീണിപ്പിക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു. പക്ഷേ 2024 തെരഞ്ഞെടുപ്പിൽ അവർക്ക് ഒരു കാര്യം തിരിച്ചറിഞ്ഞു. ഈ CPMന്റെ ന്യൂനപക്ഷ പ്രീണനം അതിൻ്റെ അടിസ്ഥാന ഹൈന്ദവ വോട്ട് ബാങ്കിനെ BJPയിലേക്ക് ചോർത്തിക്കൊണ്ടുപോകാൻ കാരണമായി എന്നുള്ളത് തിരിച്ചറിഞ്ഞു. ആറ്റിങ്ങിലൊക്കെ അവരുടെ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയും V മുരളീധരൻ തമ്മിൽ വെച്ചാൽ V ജോയിയും V മുരളീധരൻ തമ്മിൽ 600 വോട്ട് വ്യത്യാസത്തിലൊക്കെ വരുന്ന അവസ്ഥ വന്നു. അങ്ങനെ അപ്പോൾ ഈ ന്യൂനപക്ഷ പ്രീണനം അത് തങ്ങളുടെ ഹിന്ദു വോട്ട് ബാങ്കിനെ BJPയിലേക്ക് ചോർത്തു എന്ന് പാർട്ടി തിരിച്ചറിഞ്ഞതോട് തന്നെ അവർ സ്തബ്ധരായിപ്പോയി.
അപ്പോൾ പിന്നെ എന്ത് ചെയ്തു, വീണ്ടും ഭൂരിപക്ഷ വർഗീയതത്തിൽ കളിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് വെള്ളാപ്പള്ളിയെ പോലെ ആളുകളൊക്കെ മുൻനിർത്തിക്കൊണ്ടുള്ള നീക്കങ്ങളൊക്കെ അവർ നടത്തുന്നത്. അപ്പോൾ ഏതായാലും ഈ വർഗീയതകൾ, രണ്ട് വർഗീയതയും മാറി മാറി താലോലിച്ച് ഭരണവും അധികാരം നിലനിർത്തുക എന്നുള്ളത് CPM-ന്റെ ഒരു എക്കാലത്തെയും തന്ത്രമാണ്, ഒരു സംശയമില്ല അക്കാര്യത്തിൽ. പക്ഷെ അതിനെ UDF നേടാൻ കഴിയുന്നത് ഈ പറയുന്ന എല്ലാ വിഭാഗങ്ങളെയും ഒരുമിച്ച് നിർത്തി. കാരണം അങ്ങനെയായിരുന്നു. കാരണം 82 മുതൽ UDF-ന്റെ ഗുണം എന്ന് വെച്ചാൽ എല്ലാ വിഭാഗങ്ങളെയും ഒരുമിച്ച് നിർത്തും. ക്രൈസ്തവ, മുസ്ലിം, ഹൈന്ദവ വിഭാഗങ്ങൾ. കാരണം വെച്ചാൽ എല്ലാ വിഭാഗങ്ങളിൽ നിന്നുള്ള, പണ്ട് 82-ലെ കർണാടക സർക്കാരിൻ്റെ ഒരു കാര്യം ഞാൻ പറയാം. അന്ന് ലീഗിന് മന്ത്രിമാർ, കേരള കോൺഗ്രസിന് മന്ത്രിമാർ, അതോടൊപ്പം തന്നെ SNDP-യുടെ പാർട്ടിയായ SRPക്ക് മന്ത്രി, NS-ന്റെ പാർട്ടിയായ NDPക്ക് മന്ത്രി, അങ്ങനെ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ഒരു എക്കാലം അങ്ങനെയാണ് UDF ചെയ്തുകൊണ്ടിരുന്നത്. ഈ എല്ലാവരും ഒരുമിച്ച് കൊണ്ടുപോകുന്ന രാഷ്ട്രീയമാണ് അടിസ്ഥാനപരമായിട്ട് വിജയിക്കുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇവരുടെ ഈ ഒരു വർഗീയ പ്രീണനം 2026 മെയ് മാസം ആ ഇലക്ഷന്റെ ഫലം പ്രഖ്യാപനം വരെ ഉണ്ടാവുള്ളൂ എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.